എടാ നിങ്ങളറിഞ്ഞോ, നമ്മുടെ രാജേഷിൻ്റെ ബൈക്ക് ആക്സിഡൻ്റ് ആയി. അവൻ്റെ കൈ ഒടിഞ്ഞടാ. ഓ ദൈവാനുഗ്രഹം കൊണ്ടാ, ആള് തീരണ്ടായിരുന്നു, കയ്യല്ലേ ഒടിഞ്ഞുള്ളൂ. പക്ഷെ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുമേഷില്ലേ, പുറകിൽ നിന്ന് പോയതാ, മരിച്ചു. നരയിക്കാൻ കിടത്തിയില്ലല്ലോ അവനെ, പെട്ടെന്ന് വിളിച്ചു ദൈവം. എടാ നമ്മുടെ ദിവാകരൻ ചേട്ടനില്ലേ, പുള്ളി ചക്ക ഇടാൻ വേണ്ടി പ്ലാവിൻ്റെ മണ്ട കയറിയതാ. ചക്കയും പുള്ളിയും ദേ കിടക്കുന്നത് താഴെ. ആള് തീരേണ്ട കേസാ. ഏതോ ദൈവാനുഗ്രഹത്തിന് പുള്ളിയുടെ വാരിയിൽ മാത്രമേ ഒടിഞ്ഞുള്ളൂ. എടാ നിങ്ങൾ ഈ പറയുന്ന വേണ്ട വേണ്ട വേണ്ട, നീ ഒന്നും പറയണ്ട. നീ നിരീശ്വരവാദിയാ, നിനക്ക് ഒരു അഭിപ്രായം പറയാനുള്ള അവസരമില്ല, നീ മിണ്ടരുത്. നോട്ടീസ്, റെസിപ്റ്റ്. ആ എടാ, നീ പിരിവിൻ്റെ കാര്യം മറന്നാ? ആ പിരിവിട്ടേക്കാം, 150 ഒരു കോട്ട എടുത്തോ. അതിൻ്റെ കാര്യമല്ലടാ, പിന്നെ മതസൗഹാർദ്ദ സമ്മേളനത്തിൻ്റെ പിരിവ്. ഓ ഞാൻ മറന്നടാ. ആ എനിക്ക് തോന്നി. പോയേക്കാം. ആ വാ. പിന്നെ നീ ഒരു കാര്യം അറിഞ്ഞോ, നമ്മുടെ IPL കാണാൻ വേണ്ടി കുറേ മണ്ടന്മാരെ ബാംഗ്ലൂര് പോയിട്ടേ തിക്കിലും തിരക്കിലും വിട്ട് ചത്തുപോയി. എടാ ഒരു ഉത്സവത്തിനും പെരുന്നാളിലും വിളിച്ചാൽ വരാത്തവന്മാരാ, അങ്ങനെ തന്നെ വേണം. ലവൻ അവിടെ ഇരിപ്പുണ്ട്, നമുക്ക് ഇവനോട് സംസാരിക്കണ്ട കേട്ടോ. ആ എടാ കൂടുതലൊന്നും ഇങ്ങോട്ട് ചോദിക്കണ്ട. നിന്നെ കാണാൻ വന്നാല അച്ഛനെ കാണാൻ വന്ന അച്ഛനെ വിളിക്കും. എടാ അച്ഛനിവിടെ ഇല്ല. ഞങ്ങൾ പിരിവിന് വന്ന അച്ഛനൊരു 500 രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെന്താ, പിരിവ് ഞാൻ തരാന്നേ. അപ്പൊ എനിക്ക് അവസരം ഉണ്ടല്ലോ. എന്തവസരം, എന്തോ മണ്ടത്തരം പറയാനാ. കേട്ടോ. കേട്ടു. ആ നിന്റെ അവസരം പറഞ്ഞോ. നീക്ക് ഇന്നലെ ദൈവാനുഗ്രഹത്തെ പറ്റി ഘോരഘോരം സംസാരിച്ചല്ലോ. ഇത് ആൾക്കൂട്ട ദുരന്തത്തെ പറ്റിയുള്ള കൃത്യമായ ഡേറ്റയാണ്, അതും ഭക്തിയുടെ പേരിൽ. കേട്ടോ, രാജസ്ഥാനിലെ ചാമുണ്ഡി ദേവി ക്ഷേത്രത്തിൽ കൂട്ടബഹളത്തെ തുടർന്ന് 250 മരണം. മഹാരാഷ്ട്രയിലെ മന്ദർ ദേവി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് 340 മരണം. മഹാകുംഭമേളയിൽ വിശ്വാസികൾ അമൃത് സ്നാനം നടന്നറിയിൽ 30 മരണം. 115, 20, 104. എനിക്കിതൊന്നും കേൾക്കണ്ട, നമുക്ക് പോയാലോ? നമ്മുടെ ആവശ്യമായി പോയില്ലേ, 500 കിട്ടിയിട്ട് പോകാം. 140 മരണം. അങ്ങനെ കഴിഞ്ഞ വർഷം ആരാധനാലയങ്ങളിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത് മൊത്തം 1000. നീ അവനൊരു അവസരം കിട്ടിയെന്ന് വെച്ച മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് വാടാ. പിണങ്ങിയോ? ദൈവാനുഗ്രഹം കൂടി തന്നെ കുറെ കണക്കൂടെ എനിക്ക് പറയാനുണ്ട്. ഇത് വന്നേ പേടിയായിട്ടുമില്ല, ഞാൻ പറഞ്ഞ പോലെ വല്ലോ. ഒന്നുമില്ല, നീ മിണ്ടായി. ഒരു പോയിന്റ് കിട്ടി. നീ ഇവിടെ ഇല്ല, ഞാൻ ഇപ്പൊ വരാം, നിക്ക്. അല്ലെങ്കിലും കണക്കുകൾ കേൾക്കുമ്പോൾ ഇവനൊന്നും ഉത്തരവില്ല. കഴിഞ്ഞ ദിവസം എയർ ഇന്ത്യ ഫ്ലൈറ്റ് ആക്സിഡന്റ് ആയി കഴിഞ്ഞപ്പോൾ ദൈവാനുഗ്രഹമുള്ള ഒരുത്തം മാത്രം രക്ഷപ്പെട്ടത് നീ കണ്ടോ? അത് നീ ഓർക്കണം. ഞാൻ ആ ഒരാളെ പറ്റിയല്ല ഓർക്കുന്നത്, അതിൻ്റെ അത് മരിച്ച് 260 പേരെ പറ്റി ഞാൻ ഓർക്കുന്നത്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു.